ഷൂട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ല. അപ്പം ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഇറങ്ങിയിട്ടേ ഇപ്പം ഞാൻ പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാരുടെ അമ്മയെ പോലും എനിക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. അങ്ങനെ ഒടുവിൽ അത് സംഭവിച്ചിരിക്കുവാണ്. കിച്ചു ഇന്നലെ ലൈഫ് സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എണ്ണത്തിൻ്റെ അഹങ്കാരം അങ്ങ് തീർന്നു കിട്ടിയല്ലോ. ഞങ്ങളിത് ആക്ച്വലി പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു, എന്നെങ്കിലും ഒരിക്കൽ അവൻ വാ തുറക്കുമെന്ന്. പക്ഷേ ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് ആക്ച്വലി കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. കാര്യം രേണു പലയിടത്തും ചെന്നിട്ട് കിച്ചു വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ അതായതാന്നൊക്കെ. പിന്നെ ഇവരുടെ ഇൻ്റർവ്യൂസ് എടുക്കാൻ പോകുന്ന ആൾക്കാർ തന്നെ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, കിച്ചു വിളിച്ചിട്ട് ഇതണക്ക് ചെറിയ പൈസയൊക്കെ ചോദിക്കാറുണ്ട്, അത് രേണു അയച്ചു കൊടുക്കുന്നതും കാണാമെന്ന് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ, എന്തായാലും വേറെ സീനൊന്നും ഇല്ലാതെ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇതൊന്നും വെളിയിൽ വരുന്നില്ല. എന്തായാലും കിച്ചുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഒരു എക്സ്പ്ലനേഷനൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ രേണുവിൻ്റെ ഫാമിലിയും ഈ കിച്ചുവിനോടൊക്കെ കാണിക്കുന്ന ഒരു അകൽച്ചയുണ്ടല്ലോ, അതെന്താണെന്ന് ആ പയ്യൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാര്യം കുറേ കാര്യങ്ങൾ അവ ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ ഫേസിൽ നിന്നും സംസാരത്തിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. ഞാനിവിടെ ആദ്യം കിച്ചു പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കേൾപ്പിക്കാം. അതായത് ഈ ഫ്ലവേഴ്സിൽ ഷൂട്ടിൻ്റെ സമയത്ത് സുധിയുടെ കൂടെ പോകുന്നത് ഇവർക്ക് ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഷൂട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ല. അപ്പം ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു, എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്. കേട്ടല്ലോ. അതായത് സുധി ഒരു ദിവസം ചെന്ന് കിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞ് നാളെ ഫ്ലവേഴ്സിൻ്റെ ഷൂട്ടുണ്ട്, പക്ഷേ നീ വരണ്ട എന്ന്. അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നെ കൊണ്ടുപോകുന്നതെന്ന്. അത് ആർക്കാ, ഏതമ്മ? രേണുവിന് സത്യം പറഞ്ഞാൽ കിച്ചുവിനെ എവിടെയും കൊണ്ടുപോകുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു. അതായത് കിച്ചുവിനോട് ഭയങ്കരമായിട്ടുള്ളൊരു വേർതിരിവാണ് ഈ തങ്കച്ചനും ഈ പറയുന്ന രേണു സുധിയും അവിടെ ബാക്കിയുള്ള സകല എണ്ണവും കാണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആ പയ്യൻ അവിടെ പോയി നിൽക്കാത്തത്. മനസ്സിലായല്ലേ? ഇവൻ്റെ ഭാഗത്ത് കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു വരാം. അതൊക്കെ ഇനി തിരുത്തി കഴിഞ്ഞാൽ അവൻ്റെ ലൈഫിൽ നല്ലതായിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാം, രേണു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ റിയൽ ക്യാരക്ടറാണ്. പല തവണയും ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ സ്ത്രീ ഇങ്ങനെയാണ്, നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കുന്നതാണ്, ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് 100 തവണ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഇടയായിട്ട് ഞാൻ നിരന്തരം ഇവരുടെ വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ്ലി ചെയ്യുന്നുമുണ്ട്. അപ്പം ഇപ്പോഴും അന്ധത ബാധിച്ച് നടക്കുന്ന നിൻ്റെ അടുത്തൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നിനക്കൊക്കെ എന്താ പറയാനുള്ളത്? ഇനി വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ സബ്സ്ക്രിപ്ഷൻ്റെ കേസ് ഉണ്ടല്ലോ, ഈ സബ്സ്ക്രിപ്ഷൻ്റെ വിഷയത്തിലൊക്കെ ഇവൻ എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇനിയിപ്പം രണ്ടാനമ്മ ആയിക്കോട്ടെ ആദ്യത്തെ അമ്മ ആയിക്കോട്ടെ, ഒരിക്കലും ഒരു മക്കളും സഹിക്കത്തില്ല ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു, അങ്ങനെ ഒരു അട്ടായി പോയിരുന്നു. അങ്ങനെ അവൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. അവനെ ജനിപ്പിച്ച അവൻ്റെ അമ്മയാണെങ്കിൽ അവന് ഓർമ്മ വയ്ക്കുന്നതിന് മുന്നേ തന്നെ വേറെ ആരുടെ കൂടെ പോയി. അതിനുശേഷം ഇപ്പോൾ അവർ നിലവിൽ ജീവിച്ചിരിപ്പില്ല. പിന്നെ അവനെ ആകെ ഉണ്ടായിരുന്ന അവൻ്റെ അച്ഛനും മരണപ്പെട്ടു പോയി. പിന്നെ ഇവന് പറയാനും വേണ്ടിയൊക്കെ ഉള്ളത് ഈ പറയുന്ന ആൾക്കാരൊക്കെ, ഇവൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മൾ മെൻ്റലി ഡൗൺ ആയി പോകത്തില്ല. ഇതിപ്പോൾ ഒരുമാതിരിയില്ല പഴയ ഇങ്ങനെയൊക്കെയുള്ള കുറേ സിനിമകളുണ്ട്, അതിനകത്തൊക്കെ സിറ്റുവേഷൻസ് പോലെയാണ് എനിക്ക് ഈ പയ്യനെ കാണുമ്പോൾ ഇപ്പം എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ പയ്യനെ ചേർത്ത് പിടിക്കണം, യവന് വേണ്ടി വെച്ച് കൊടുത്തൊരു വീടാണ്, ഇവൻ അവിടെ പോയി നിൽക്കാനുള്ള അവകാശം ഉണ്ട് എന്നെല്ലാം നമ്മൾ പലതവണ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ഈ പറയുന്ന പയ്യൻ ഇതൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാർ നമ്മളെ വന്നിരുന്ന് തെറി പറയുമായിരുന്നു. എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയല്ലോ. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വിഷമങ്ങളാണെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനെന്ന ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം
ഷൂട്ടിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നാൽ രാത്രി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രാവിലെ ഒരു 4 മണിക്ക് ആകുമ്പോൾ വരും, നീ എന്നെ ഒന്ന് ചങ്ങനാശ്ശേരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ 4 മണിയായപ്പം വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാൻ വിചാരിച്ച് അച്ഛനെപ്പോഴും ഈ ഷൂട്ടിനൊക്കെ പോയിട്ടുണ്ട് ഈ ഉറങ്ങിപ്പോകുന്ന സ്വഭാവം ഉണ്ട്, അപ്പം പിന്നെ ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഞാൻ വെച്ചാൽ കിടന്നുറങ്ങാം, രാവിലെ എന്തായാലും വരും. അപ്പം ഞാൻ കിടന്നുറങ്ങി. എന്നെ അമ്മ ഒന്നിങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട് ഞാരാ എനിക്ക് അച്ഛനെന്തോ പറ്റിയെന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ചു നോക്കാം. ഞാനിപ്പം എനിക്കൊന്ന് നേരെ അച്ഛൻ്റെ ഫോണിലോട്ടൊക്കെ വിളിക്കുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ സംഭവം ഈ മരണപ്പെട്ടതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഈ പയ്യൻ ഈ വീഡിയോയ്ക്കകത്തൊരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് ഡ്രഗ് അഡിക്ഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഈ കേസൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കിച്ചു ആദ്യ സമയങ്ങളിൽ വീഡിയോ ആയിട്ട് വന്ന സമയത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ യൂട്യൂബേഴ്സിനും ഈ വിഷയം എടുത്ത് വെച്ച് സംസാരിക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ഇവൻ്റെ ഫോണിൽ ആദ്യമായിട്ട് വിളിക്കുന്ന സമയത്ത് പോലും ഞാൻ ഇവനോട് പേഴ്സണലി പറഞ്ഞത് ഈ കേസാണ്. മോനെ, നിനക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനലുണ്ട്, മേ ബി നീ പ്രതീക്ഷിക്കാത്ത കാശും കാര്യങ്ങളും എല്ലാം നിനക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നിന്നെപ്പറ്റി ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇനിയും നീ ആ ഒരു രീതിയിലോട്ടൊന്നും പോകരുത് എന്നാണ് ഞങ്ങളെല്ലാവരും ഇവൻ്റെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ വിളിച്ചപ്പം ഇവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇവൻ ഈ ഒരു കാര്യം വന്ന് കൺഫസ് ചെയ്യുവാണ്. അപ്പം ഞാനിവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയത്തിൽ കുറ്റക്കാരായിട്ട് കാണുന്ന ആരെയെന്നറിയോ? രേണുവിനെയാണ്. ഇവന് ഒരു പ്രോപ്പർ സ്നേഹമോ ഈ പറയുന്ന ഒരു കെയറിങ്ങോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇവൻ ഒരിക്കലും ആ ഒരു രീതിയിലൊന്നും പോകത്തില്ലായിരുന്നു. കാര്യം ശ്രുതി ഭരിച്ചതിന് ശേഷം ഇവൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാണ്ട് നടക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്. അതുപോലും ചെയ്യാതെ ഈ പറയുന്നത് പോലെ സബ്സ്ക്രിപ്ഷനും സ്വന്തം ഇഷ്ടപ്രകാരം പല പരിപാടികളും കാണിച്ചുകൊണ്ട് നടക്കുന്നത്. അതായത് കുറേ കൂതറ ആൽബത്തിൽ പോയി അഭിനയിക്കുന്നു, നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കുന്നു, ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്നതിന് പകരം ഈ പയ്യനെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവനൊരു ശകലം സ്നേഹം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഇളയൊരു കൊച്ചു വളർന്നു വരുന്നുണ്ട്. ആ കൊച്ചിൻ്റെ സിറ്റുവേഷൻ ഞാൻ പറയാൻ തന്നെ അറിയാമല്ലോ. ചൈൽഡ് ലൈനിൽ കൊണ്ടുവന്ന് ഒരുപാട് പേര് കേസ് കൊടുത്തിട്ടുള്ളതാണ്. ഇവർ ആ കൊച്ചിനെ പോലും തിരിഞ്ഞു നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണത്തില്ല. ഇപ്പോഴും സ്റ്റിൽ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്, അതായത് രേണുവിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ പറയുന്നത്. ആ കൊച്ചിനെ പോലും ഇവർ ടേക്ക് കെയർ ചെയ്യുന്നില്ല. പിള്ളേരെ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്തില്ല എങ്കിൽ അവർ ഈ രീതിയിൽ വഴി വിട്ടു പോകും. അതായത് അവരെ കയ്യിൽ നിന്ന് പോകും. പിന്നെ അവരെ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇവനെന്തോ ഭാഗ്യത്തിനാണ് ഇവൻ എന്തോ പറയുന്നത്, ഇവരുടെ കുടുംബ വീടായിട്ടുള്ള കൊല്ലത്തോട്ട് വന്നത്. അതായത് കൊല്ലത്തോട്ട് വരാനുള്ള കഥയൊക്കെ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അതെല്ലാം പൈസ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കായി ഞാൻ. ആ ടൈമിൽ ആദ്യമൊക്കെ അമ്മ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ആ ടൈമിൽ അച്ഛൻ വെച്ച ടൈമിൽ ഞാൻ വെച്ച് ഒരു സ്നേഹം ഇങ്ങനെ കിട്ടുന്നുണ്ട്. എന്തോ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഇങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഇല്ല. എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഡ്രഗ്സിനോട് ഭയങ്കരമായിട്ട് ഞാൻ അഡിക്റ്റ് ആയിപ്പോയി ആ ടൈമിൽ. എനിക്ക് എന്തോ ചെയ്യണം. ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛനായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പണ്ട് അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ടൈമിൽ കണ്ണടയ്ക്കാം. എനിക്ക് രാത്രി ഉറക്കമില്ല. എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും. കണ്ണടച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ മുഖമൊക്കെയായിരുന്നു. എങ്ങനെ ഞാൻ ആ ഇത് എനിക്കാണെങ്കിൽ അവിടെ ഒട്ടും പറ്റുന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അന്ന് ഞാൻ +2 ഇതായിട്ട് പഠിക്കുക. ഇതിനകത്ത് ഇവൻ തുടക്ക സമയത്ത് പറയുന്നുണ്ട് ആദ്യം അമ്മയ്ക്കൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു, പിന്നെ അത് മാറി തുടങ്ങിയെന്ന്. ഇപ്പം രേണു വന്ന് ഈ കിച്ചു എന്തെങ്കിലും പാട്ടൊക്കെ പാടി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന സമയത്ത് താഴെ വന്നിടുന്ന കമൻ്റ് ഉണ്ട്, എൻ്റെ മോനെന്നും പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ട് വന്ന് ഇങ്ങനെ സംസാരിക്കാനായിട്ട്? ഇവൻ ആ വീട്ടിൽ അനുഭവിച്ച കാര്യങ്ങളാണ് വന്നിരുന്ന് പറയുന്നത്. ഇവന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനിഷ്യേറ്റീവ് എടുക്കുക, ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കുക. കാര്യം ഇവൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഇവന് ഒരുപാട് മെൻ്റൽ ട്രോമ ഇവൻ അനുഭവിച്ചിട്ടുണ്ട്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം താളം തെറ്റാൻ അത് മതി. ഒന്ന് ആലോചിച്ച് നോക്കണേ, എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ സ്റ്റിൽ ആ ഒരു സ്ത്രീയെയും ഫാമിലിയെയും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്? ഇത്രയും തന്തയില്ലായ്മ അല്ലേ കാണിച്ചിരിക്കുന്നത്? അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. ഓപ്പൺ കോഴ്സ് എടുത്ത് +2 ഒക്കെ ആ ടൈമിൽ നിർത്തിയത്. എന്നിട്ട് ഞാൻ ഓപ്പൺ കോഴ്സ് എടുത്ത് വീണ്ടും +2 പഠിക്കും. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഒന്ന് ഫോൺ വിളിക്കാനോ എൻ്റെ കാര്യങ്ങളൊന്ന് ചോദിക്കാനോ, നീ എവിടാ കഴിച്ചാ,
ഒന്നിനും ആരും എന്നെ ഒരു നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല. ഇങ്ങനെ നടക്കുവാ ഞാൻ. പോകുന്നു, രാത്രി 3 മണിയൊക്കെ ആകുമ്പോൾ വരും. ഇങ്ങനെ തന്നെ എന്തോ ഒരിടത്ത് സംസാരിക്കണമെന്ന് ഇങ്ങനെ അറിയത്തില്ല. ഇങ്ങനെ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ അറിയത്തില്ല. ആ സമയത്ത് എല്ലാവരുടെ ലൈഫിലും ഒരു ബാഡ് ടൈം ഉണ്ടോന്ന്. സത്യമാണ്, എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് മോശ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇതൊക്കെ സത്യം പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീമാണ് കേട്ടോ. എന്തായാലും ഇതിൽ നിന്നൊക്കെ അവർ റിക്കവറായി വരുവാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇനിയും കഴിവതും പഴയ ലൈഫിലോട്ട് പോകാതിരിക്കുക. ഞാൻ കിച്ചുവിനെ വിമർശിച്ചിട്ടുള്ളത് 2 ചെറുക്കന്മാരെയും പിടിച്ചിരുത്തി കാറിനകത്ത് വന്നിരുന്ന് വളരെ എന്താ പറയണ്ട, നീ മോശപ്പെട്ടുള്ള രീതിയിലോട്ടായിരുന്നു നിൻ്റെ കൂട്ടുകാരും നീയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു വിഷയത്തിലാണ് ഞങ്ങളെല്ലാവരും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയെങ്കിലും എനിക്ക് കിച്ചുവിനോട് പറയാനുള്ളത്, നേരെ ചുവ നടന്നു കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം എന്നുള്ള രീതിയെ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇത്രയും ലൈഫിൽ നീ സ്ട്രഗിൾ അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഇനിയും നിൻ്റെ ജീവിതം നീയായിട്ടാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത്. ബിക്കോസ് വേറെ ആരും ഇല്ല ഒന്നാമതൊരു കാര്യം. അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കിട്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നാളെ ഒരു പ്രശ്നം വരുമ്പോൾ ഇവരാരും കാണത്തില്ല. ഇപ്പം വന്നിരുന്ന് കമൻ്റ് ഇടും, അയ്യോ മോനെ കണ്ണ് നിറയുന്നത് ഞങ്ങൾ കൂടെ ഉണ്ടെന്നൊക്കെ. ഒരു പ്രശ്നം വന്ന് നോക്കിട്ട് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. സോ അതുകൊണ്ട് ഇനിയും ഓരോ കുഴികളിൽ പോയി ചാടാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർന്നിട്ടില്ല, ഇനിയും പറയുന്നുണ്ട് കുറേ. അവിടെ വെച്ചിട്ട് വല്യമ്മ രാത്രി ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വല്യമ്മ അതൊക്കെ കണ്ടിട്ട് കരച്ചിലൊക്കെ ആയി. അങ്ങനെ വല്യമ്മ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ കൊല്ലത്ത് പോവാ, നീ അവിടെ നിന്ന് ഇതാക്ക്, അങ്ങനത്തെ ഒരു ഇതായി. അങ്ങനെ ഞാൻ കൊല്ലത്ത് വന്നു. ഞാൻ അവിടെ ഞാൻ പറഞ്ഞ് എനിക്ക് കൊല്ലത്ത് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ അവരൊന്നും പറഞ്ഞൊന്നുമില്ല എൻ്റെ അടുത്ത്. സംസാരിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എൻ്റെ ഒരു ഇതിൽ നടക്കുന്നു. അവൻ്റെ സാഹചര്യം കണ്ടിട്ടാണ് കൊല്ലത്ത് വന്ന് നിൽക്കാനായിട്ട് അവൻ്റെ ബന്ധുക്കൾ പറഞ്ഞത്. അതിൻ്റെ റീസണിലാണ് അവൻ അവിടെ പോയി താമസിക്കുന്നത്. അവൻ അവിടെ വീർപ്പ് മുട്ടുവാണ്. ശരിക്കും പറഞ്ഞാൽ കിച്ചുവിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നീ നിനക്ക് വേണ്ടി വെച്ച് തന്ന ഫിറോസൊക്കെ വെച്ച് നിനക്കും ഈ ഇളയ പയ്യൻ ഋതപ്പനും വേണ്ടി വെച്ച് കൊടുത്ത വീടാണ്. അവിടെ ചെന്ന് ബാക്കിയുള്ള എല്ലാത്തിനെയും അടിച്ചങ്ങിറക്കുക. ഇറക്കിയിട്ട് നീ അവിടെ പോയി താമസിക്കുക. കാര്യം ഒരു പ്രയോജനവും ഇല്ലാതെ കുറേ എണ്ണം വന്ന് അതിനകത്ത് കെട്ടിയെടുത്ത് കിടക്കുക. ഇതിനകത്ത് യവൻ പറയുന്നുണ്ട് സുധിയായിരുന്നു അവിടെയുള്ള സകലമാന പേർക്ക് ചിലവിന് കൊടുക്കുന്നത്. തങ്കച്ചന്, പിന്നെ ഈ പറയുന്ന രേണുവിൻ്റെ മറ്റേ സിസ്റ്ററായിട്ടുള്ള അവരുടെ പേരെനിക്കറിയാൻ വയ്യ, പിന്നെ ആ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിന് ഉൾപ്പെടെ സുധിയായിരുന്നു ചിലവിന് കൊടുക്കുന്നത്. ഞാനിരുന്ന് ആലോചിക്കും, അയാൾക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടായിരുന്നു? ഇവർക്ക് എല്ലാവർക്കും കൂടെ ചിലവിന് കൊടുക്കേണ്ട ആവശ്യം എന്ത് വരുന്നു? എടേ ഭാര്യയ്ക്ക് ചിലവിനോട്, മക്കൾക്ക് ചിലവിനോട്, ഭാര്യയുടെ കുടുംബക്കാർക്കും സകലമാന പേർക്കും ചിലവിന് കൊടുക്കേണ്ട ആവശ്യം എന്തോ? സത്യം പറഞ്ഞാൽ സുധിക്കൊന്നും ഒരു റോളും ഇല്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ സുധിയുടെ ലൈഫേ ഭയങ്കര ഫെയിലിയർ ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ച്, ഫ്ലവേഴ്സിലെ മായിലായ ചേട്ടൻ വന്ന് ചോദിച്ച്, നിനക്കും ഋതപ്പൻ്റെ മേലും കൂടെ ഒരു വീട് വെച്ച് തരാം, നിനക്ക് എവിടെ വേണം വീടെന്ന് ചോദിച്ചു. ഞാൻ ആ ടൈമിൽ അവരുടെ ഒരു സ്നേഹമൊക്കെ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഋതപ്പൻ്റെ കാര്യം ഓർത്ത് എൻ്റെ മനസ്സിൽ ഇതായിരുന്നു പ്ലാൻ. ഒരു എന്തെങ്കിലുമൊക്കെ പഠിക്കാന്നുള്ള രീതിയിലെല്ലാം മാറി നിൽക്കാൻ എനിക്ക് ഇവിടെ പറ്റത്തില്ല. എനിക്ക് അവിടെ നിൽക്കാൻ ഒട്ടും പറ്റത്തില്ല. അച്ഛനില്ലാതെ ഒട്ടും പറ്റത്തില്ല. ഒരു എന്താ പറയണ്ട, ഒന്നും ഇതാ എൻ്റെ ഒരു അനുഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് സംഭവം. എനിക്കെങ്ങനെ പറയണം എന്നറിയത്തില്ല. അങ്ങനെ കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ പരിപാടിയെല്ലാം ഞാൻ നിർത്തി. മനസ്സിലായോ? കൊല്ലത്ത് നിന്ന് എനിക്കൊരു 3 കൂട്ടുകാരെ കിട്ടി. പണ്ടോട്ടുള്ള കൂട്ടുകാരാ. എൻ്റെ കുഞ്ഞിലോട്ട് ഞാൻ കൊല്ലത്ത് പഠിച്ചുകൊണ്ട് വന്നപ്പം ഉള്ള കമ്പനിയാണ്. അവരുടെ പേര് എനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹാഫിസ്, സെയ്ദ് അലി, ആഷിഖ്. എൻ്റെ ലൈഫ് മറ്റേ മഞ്ഞുമൽ ബോയ്സ് ഇല്ലേ, അതിനകത്ത് കുഴിയിൽ താഴെ കിടക്കുമ്പം ഒരു കൈ തരത്തില്ലേ, അതിന് എന്തോ ഒരു വീണ്ടും ഒരു കുറെ ഇത് കിട്ടുന്നൊക്കെ പറയത്തില്ലേ, ആ കൈ ഇങ്ങനെ കൈ തന്നിങ്ങനെ എന്നെ പൊക്കിയെടുത്താ ഒരു 3 പേര്. ഓക്കെ, കൂട്ടുകാരെ പറ്റിയിട്ടാണ് പറഞ്ഞു വരുന്നത്. അതായത് അവൻ്റെ ഒരു സമയത്ത് അവൻ്റെ ജീവിതം തീർന്നു എന്ന സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് അവന് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറയുന്നത്. എനിക്ക് അവന്മാരോട് വലിയ താല്പര്യമൊന്നുമില്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമ്മമാരുടെ ഒരു ആറ്റിറ്റ്യൂഡെല്ലാം നമ്മൾ കണ്ടതാണ്. നമ്മൾ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുമുണ്ട്. എന്തായാലും നല്ലൊരു കാര്യം. എന്തായാലും അവനെ സംബന്ധിച്ച് അവനതൊരു വലിയ കാര്യമാണെങ്കിൽ അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ കൂട്ടുകെട്ടും കാര്യങ്ങളും ഒക്കെ ശരിയാണ്. ഒരു പരിധി വിടാതിരിക്കാൻ വേണ്ടി നീ ശ്രദ്ധിക്കുക. ഇപ്പം
നിനക്ക് ഈ പറയുന്ന ഫ്ലവേഴ്സ് ഈ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അത് ആ ഒരു സംഭവം നീ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അതായത് നല്ല രീതിയിൽ ആ കിട്ടിയ അവസരത്തെ നീ മുതലെടുക്കാൻ വേണ്ടി നോക്കുക. അതായത് മുതലെടുക്കുക എന്ന് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ലൊരു ജോലി നീ മേടിക്കാനായിട്ട് നോക്കുക എന്നാണ് എനിക്ക് ബേസിക്കലി എനിക്ക് നിൻ്റെ അടുത്ത് പറയാനുള്ളത്. ഈ പറയുന്ന രേണു സുധിയെ പറ്റിയിട്ട് നീ പറയാൻ മടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറേ കാര്യങ്ങൾ നീ മിണ്ടാതിരിക്കുകയാണ്, ഇതിനകത്തൊക്കെ കുറേ കാര്യങ്ങൾ വിഴുങ്ങുവാണ്. പക്ഷേ എനിക്ക് കണ്ടിട്ട് ഇത് ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ് ആണ്. കാര്യം ഇനി ഇതിൻ്റെ ബാക്ക് ടു ബാക്ക് ഇനിയും വീഡിയോസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന വീഡിയോസിനകത്ത് ഇതുപോലെ ഒന്നും മറച്ച് വെക്കേണ്ട കാര്യമില്ല, വെട്ടി തുറന്നങ്ങ് പറഞ്ഞു. കാര്യം ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. രേണുവിൻ്റെ ഒരു റിയൽ ഫേസ് ഉണ്ടല്ലോ, അത് സകലമാന പേർക്കും കാണണം, അത് എല്ലാവരും കാണണം. എങ്കിലേ ഈ പറയുന്ന കുറേ അന്ധത ബാധിച്ച കുറേ എണ്ണമുണ്ടല്ലോ, പ്രത്യേകിച്ച് അവളുമാരല്ല. അമ്മ അങ്ങനെ പോകുന്നത് എനിക്ക് എന്താ ഞാൻ ഇപ്പം മനസ്സിലായില്ല. ആ ഒരു കണക്ഷനാണ് ഞങ്ങള്. അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മില്. അതായത് യാതൊരുവിധ കണക്ഷനും ഇല്ല എന്നാണ് ഇവൻ പറയുന്നത്. പക്ഷേ ഇവൻ്റെ ഭാഗത്തുള്ള ചെറിയ മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഒരു കണക്ഷനും ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സ്ത്രീയെ എന്തിന് നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് കാശ് ചോദിക്കണം? കിച്ചുവിന് പിന്നെ വേറെ ചോദിക്കാൻ വേറെ ആരും ഇല്ലായിരിക്കാം. പക്ഷേ എന്നാൽ പോലും കിച്ചു ഇവരുടെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു, കാശ് ചോദിക്കുന്നുണ്ടായിരുന്നു. പല പരിപാടികളിലും കിച്ചുവിനെ കണ്ടിട്ടുണ്ട്. നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ പോകാതിരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ആ ഒരു പോളിസിയാണ് ഞാൻ. അപ്പോൾ ഇത് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ്. കാര്യം അവർ ഈ കിച്ചുവിൻ്റെ ഈ ഒരു വീഡിയോക്കകത്ത് ലിറ്ററലി അവരെ കംപ്ലീറ്റ്ലി എതിർത്താണ് സംസാരിക്കുന്നത്. എന്നാൽ അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട്, അവർക്ക് പൈസ അവരുടെ നിന്ന് മേടിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ കൊടുക്കുന്നുണ്ടില്ലെന്ന് ഞാൻ പറയത്തില്ല, എൻ്റെ അറിവിൽ അവർ കൊടുക്കുന്നു എന്നാണ് എനിക്കറിയാണ്ട് സാധിച്ചത്. പോരാത്തതിന് ഇവരുടെ ലാസ്റ്റ് ഇവർ എയർപോർട്ടിലെങ്ങാണ്ട് വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് മീഡിയക്കാർ ക്യാമറയും പൊക്കിക്കൊണ്ട് അവിടെ ചെന്നപ്പോൾ ഇവർ പറഞ്ഞു, അയ്യോ കിച്ചു പോയി വിളിച്ച് വെച്ചതേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞുകൊണ്ട് നടന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെയും ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ഇടയ്ക്ക് വെച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൻ്റെ ഈ ഡ്രഗ്സിൻ്റെയൊക്കെ ഒരു കേസ് പറഞ്ഞിട്ട് വരട്ടിയാണ് അവർ നിർത്തിയിരിക്കുന്നതെന്ന്. അതായത് എന്തെങ്കിലും കൂടുതൽ കളിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസൊക്കെ എടുത്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇടുമെന്നും പറഞ്ഞിട്ട് ഈ പയ്യനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെന്നും എനിക്കറിയാനായിട്ട് സാധിച്ചു. ഇനി വേറൊരു കോമഡിയും കൂടി ഉണ്ട്. സുധി മരിച്ച സമയത്ത് അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഏകദേശം 1,89,000 രൂപയുടെ ഒരു ബില്ല് ഈ ഒരു പയ്യൻ്റെ കയ്യിൽ തങ്കച്ചൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ പറയുന്ന ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഷോ ഉണ്ടല്ലോ, ആ ഒരു ഷോയുടെ ഡയറക്ടറിനെ വിളിച്ച സമയത്ത് ആ പുള്ളിയാണ് ഇവൻ്റെ അടുത്ത് പറഞ്ഞത്, വേറൊരു ആളെയും കൂടെ വിട്ടിട്ട് ഇത് നീ എല്ലായിടത്തും പോയി ഇത് തന്നെയാണോ ഇതിൻ്റെ ബില്ലെന്നുള്ള രീതിയിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെല്ലാനായിട്ട്. അങ്ങനെ എല്ലാം തിരക്കി ചെന്ന് ഇവൻ അന്വേഷിച്ച സമയത്ത് ടോട്ടൽ ബില്ല് വരുന്നത് 89,000 രൂപയായിരുന്നു. 1,00,000 രൂപയും കൂടെ തങ്കച്ച അടിച്ച് കയറ്റി അങ്ങ് വെച്ച് കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഒരാൾ മരിച്ച് കിടക്കുന്ന സമയത്ത് പോലും അത് വിറ്റ് കാശാക്കാൻ നോക്കുന്ന ഈ കുറേ പരമനാറികൾ. നിനക്കൊക്കെ ഉളുപ്പെന്ന് പറയുന്നേ ഉണ്ടോ? ഒരാൾ മരിച്ച് കിടന്നിട്ട് അതിൽ നിന്ന് കാശടിച്ച് മാറ്റാൻ വേണ്ടി നോക്കുന്നു. ജവനെയൊക്കെ വല്ല മാനസിക രോഗ ആശുപത്രിയിലും കൊണ്ടുവന്നിട്ട് ഇതിലൊരു ആഴ്ച അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ പറയാൻ വിട്ടിട്ടുണ്ട്. എനിക്കിങ്ങനെ പറഞ്ഞില്ല, ഇനി ഓർമ്മ വരുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. അതെ, അവനൊരു നാണോ മാനോ ഉണ്ടായതിൻ്റെ പേരിൽ അവൻ കൂടുതൽ പറയുന്നില്ല. അതാണ് അവൻ ഉദ്ദേശിച്ചതല്ല, വേറെ ഒന്നുമല്ല. കാര്യം എത്രയൊക്കെ ആയിക്കഴിഞ്ഞാലും അവൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചൊരു വ്യക്തിയല്ലേ. പറയുന്നതിന് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഇല്ലേ. പക്ഷേ ഇനി ഇവനെ പോയി ചൊറിയാൻ തന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ എടുത്ത് വെളിയിലിടും. അപ്പോൾ രേണു സുധി ചുരുക്കി പറഞ്ഞ് ഈ അടുത്തങ്ങ് നാട്ടിലോട്ട് വരണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവിടെ തന്നെ നിന്നോ. ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്, ഇങ്ങോട്ടൊന്നും കെട്ടിയെടുത്ത് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. രേണുവിൻ്റെ നല്ല സമയമാണിത്. എന്താ പറഞ്ഞത്, ഒരു മനുഷ്യൻ അഹങ്കരിച്ച് കഴിഞ്ഞാണ്ടല്ലോ തീർച്ചയായിട്ടും അതിന് തിരിച്ച് പണി കിട്ടിയിരിക്കും. ഇനിയിപ്പം എന്തെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാ, ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഇറങ്ങിയിട്ടേ ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാരുടെ അമ്മയെ പോലും എനിക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായി പോയി. അവരും എല്ലാവരും ഇപ്പൊ എന്നെ അങ്ങനെ ഒരു ചെറുക്കൻ അങ്ങനത്തെ രീതി കാണണം അതൊന്നുമല്ല. ഇപ്പം നിൻ്റെ പഴയ നീ ഈ പറയുന്ന പോലെ ലഹരികൾ ഒരുപാട് ഉപയോഗിച്ചതിൻ്റെ പേരിലോ അതുകൊണ്ട് അങ്ങനെ ഒരു ചെക്കൻ എന്നുള്ള രീതിയിൽ ആരും പെട്ടെന്ന് കാണുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പ്രധാനമായിട്ട് ഈ രേണുവിൻ്റെ വിഷയമാണ്. രേണു ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കുമ്പം നിനക്ക് സ്വാഭാവികമായിട്ട് നിനക്ക് നിൻ്റെ ഫ്രണ്ട്സിനെയും നിൻ്റെ ഫ്രണ്ട്സിൻ്റെ
പേരൻസിനെയൊക്കെ മീറ്റ് ചെയ്യാൻ നിനക്ക് തന്നെ ഉള്ളിലൊരു വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. എന്താണോ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ നീ വളരെ എന്താ പറയുക, ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഒരു മനുഷ്യരും അങ്ങനെ ചിത്രീകരിച്ചിട്ടില്ല. നിനക്ക് ചില ദുശീലങ്ങളുണ്ടായിരുന്നു, ആ സാധനങ്ങൾ മാറ്റണം എന്നുള്ള രീതിയിലായി. ഇപ്പോഴും സ്റ്റിൽ നിന്നെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, അതൊരു വലിയ കാര്യമാണ്. സോ അതൊന്നും ആലോചിച്ച് ഡൗൺ ആവേണ്ട കാര്യമില്ല. രേണു കാണിക്കുന്ന കാര്യത്തിനകത്തോട്ട് നിനക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് തുറന്ന് പറയുക, അത്രയേ ഉള്ളൂ. അതൊക്കെ ഒരു ഫീലാവുന്നു ഭയങ്കരമായിട്ട്, ഇതൊക്കെ കൊണ്ട് പറയാമെന്ന് വിചാരിച്ച്. ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് സ്റ്റോറി. എന്താണേലും നോക്കാം. ഇപ്പം ഇത്രയൊക്കെ ആയില്ലേ, ഇത്രയൊക്കെ അനുഭവിച്ചില്ല, ഇത്രയൊക്കെ കാര്യങ്ങൾ പഠിച്ചില്ല. ഇനി എന്നെ കൊണ്ട് പറ്റും. ഞാൻ ഒറ്റയ്ക്ക്. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞൊരു കാര്യം തന്നെ, ഈ മരിച്ച സമയത്ത് പൈസ അടിച്ചു മാറ്റാൻ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ചെയ്യാം, എന്തോ അങ്ങോട്ട് ഒന്നും ഇതില്ലായിരുന്നു. ഇതൊക്കെ അനുഭവം വന്നിട്ട് ഇങ്ങനെ ഇതാക്കി. പിന്നെ ഒരു അങ്ങനെ ഇതെല്ലാം പരിപാടിയെല്ലാം സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പള്ളിക്കാരും ഈ പപ്പ, അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൈ കൊണ്ട് തന്നു. 1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം അച്ഛൻ്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നത്. ഫ്ലവേഴ്സുകാരുടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നു. അപ്പം അനൂപൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്ന. പനൂപേട്ടൻ പറഞ്ഞൊരു പുള്ളിയും കൂടെ വിടാം, എന്നിട്ട് നീയും ആ ചേട്ടനും കൂടെ പോയി എല്ലായിടത്തും നീ തന്നെ പോയി ബില്ലുണ്ടാക്കി ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മായിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ്, ആ ചേട്ടനും കൂടെ വന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ഇവിടെ പോയി എല്ലാവരും ബില്ല് റെഡിയാക്കി. 89,000 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു മൊത്തം. ഞാൻ ഡയറക്റ്റ് തന്നുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പൈസയൊക്കെ കുറച്ച് തന്നു. ഇങ്ങനെ മൊത്തം ഒരു 89 രൂപ എങ്ങാണ്ട് ബില്ലായി. അത് ഞാൻ ഇട്ട് കൊടുത്തു ഫ്ലവേഴ്സുകാർ. അത് അനൂപേട്ടന് എല്ലാവരും കൂടെ ചെയ്ത് അതെല്ലാം പൈസ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം. എങ്ങനെ ഇരിക്കുന്നു? മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും പൈസ അടിച്ച് മാറ്റാൻ നോക്കുന്ന ഒരു കുടുംബം. ഒന്നും എനിക്ക് പറയാനില്ല, എന്നും നന്നായി വരും. അല്ല, ഇതിൽ കൂടുതൽ നമ്മൾ എന്തോ പറയണ്ട. ഇത്രയും നെറികെട്ട നാറികളെയൊക്കെ നമ്മൾ പിന്നെ എന്താ വിളിക്കേണ്ടത്? ആ പയ്യൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമം തോന്നുന്നു. ഇവനെ അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ വീഡിയോ ചെയ്തത് എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് സങ്കടം തോന്നുന്നു. ചെയ്യേണ്ടായിരുന്നു എന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. അവൻ്റെ ലൈഫിൽ അവൻ ഫേസ് ചെയ്യുന്നതിൻ്റെ എക്സ്ട്രീം പോയി. ഇനി അവൻ അനുഭവിക്കാനൊന്നുമില്ല അവൻ്റെ ലൈഫിൽ. സ്വന്തം അച്ഛൻ മരിച്ചു കിടന്ന സമയത്ത് പോലും അതിനകത്തൂടെ കൈയിട്ട് വരാൻ വേണ്ടി നോക്കുന്നു. അങ്ങനെ കുറേ നാറികൾ. എന്തായാലും ഇത്രയാണ് കിച്ചുവിൻ്റെ വിഷയങ്ങൾ. അതുകൊണ്ട് രേണുസുതി ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മറുപടി തന്നാൽ വളരെ നന്നായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പോയി അവൻ്റെ താഴെ പോയി കമൻറ്റ് ബോക്സിൽ എൻ്റെ മകൻ അയ്യോ കിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കാണിക്കുന്ന പരിപാടിയാണെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാക്കാനേ ഉള്ളൂ. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും.